साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। तपोभिक्षीणपापानां शान्तानां वीतरागिणां मुमुक्षूणामपेक्ष्योऽयम् आत्मबोधो विधीयते। बोधोऽन्यसाधनेभ्यो हि साक्षान्मोक्षैकसाधनम् पाकस्य वह्निवत् ज्ञानं विना मोक्षो न सिद्ध्यति। अविरोधितया कर्म न विद्यां विनिवर्तयेत्। विद्या विद्यां निहन्त्येव तेजस्तिमिरसङ्घवद्। अवच्छिन्न इव ज्ञानात् तन्नाशे सति केवलः। स्वयं प्रकाशते ह्यात्मा मेघापायेंशुमानिव। अज्ञानकलुषं जीवं ज्ञानाभ्यासाद्विनिर्मलम् कृत्वा ज्ञानं स्वयं नश्येत् जलं कतकरेणुवत्। संसारस्वप्नतुल्यो हि स्वकाले सत्यवद्भाति प्रबोधे सत्यसद्भवेत्। तावत्सत्यं जगद्भाति शुक्तिकारजतं यथा। यावन्न ज्ञायते ब्रह्म सर्वाधिष्ठानमद्वयम्। उपादानेऽखिलाधारे जगन्ति परमेश्वरे। सर्गस्थितिलयान् यान्ति बुद्बुदानीव वारिणे। नित्ये विष्णौ प्रकल्पिताः व्यक्तयो विविधाः सर्वाः। हाटके कटकादिवद् यथाकाशो हृषीकेशो नानोपाधिगतो विभुः। तद्भेदाद्भिन्नवद्भाति तन्नाशे केवलो भवेद्। नानोपाधिवशादेव जातिनामाश्रमादयः। आत्मन्यारोपितास्तो ये रसवर्णादिभेदवद्। पञ्चीकृतमहाभूत सम्भवं कर्म सञ्चितं। शरीरं सुखदुःखानां भोगायतनमुच्यते। पञ्चप्राणमनोबुद्धि दशेन्द्रियसमन्वितम्। अपञ्चीकृतभूतोत्थं सूक्ष्माङ्गं भोगसाधनम्। अनाद्यविद्यानिर्वाच्य कारणोपाधिरुच्यते। उपाधित्रिदयादन्यम् आत्मानमवधारयेत्। पञ्चकोशादियोगेन तत्तन्मय इव स्थितः। शुद्धात्मा नीलवस्त्रादि योगेन स्फटिको यथा। वपुस्तुषादिभिः कोशैः युक्तं युक्त्यवघाततः। आत्मानमन्दरं शुद्धं विविच्य तण्डुलं यथा। त्रावभासते बुद्धावेवावभासेद स्वच्छेषु प्रतिबिम्बवद्। देहेन्द्रियमनोबुद्धिप्रकृतिभ्यो विलक्षणं तद्वृत्तिसाक्षिणं विद्याद्
ആത്മാനം രാജവത്സദാ സദാ. ദേഹേന്ദ്രിയമനോബുദ്ധി പ്രകൃതിഭ്യോ വിലക്ഷണം തദ്വൃത്തിസാക്ഷിണം വിദ്യാത് ആത്മാനം രാജവത്സദാ. ദേഹേന്ദ്രിയമനോബുദ്ധി പ്രകൃതിഭ്യോ വിലക്ഷണം തദ്വൃത്തിസാക്ഷിണം വിദ്യാത് ആത്മാനം രാജവത്സദാ. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രകൃതിഭ്യഃ വിലക്ഷണം തദ്വൃത്തിസാക്ഷിണം ആത്മാനം രാജവത് വിദ്യാത്. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രകൃതിഭ്യഃ രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി, പ്രകൃതി ഇവയിൽ നിന്നെല്ലാം വിലക്ഷണം, വിലക്ഷണമായ, ഭിന്നമായ, തദ്വൃത്തി സാക്ഷിണം അവയുടെ വൃത്തികൾക്കൊക്കെ സാക്ഷിയായിരിക്കുന്ന ആത്മാനം ആത്മാവിനെ, എപ്പോ അവയുടെ വൃത്തിക്ക് സാക്ഷിയായിരിക്കുന്ന സദാ, സദാ തദ്വൃത്തി സാക്ഷിണം എപ്പോഴും അവയുടെ വൃത്തിക്ക് സാക്ഷിയായിരിക്കുന്ന ആത്മാനം ആത്മാവിനെ രാജവത് വിദ്യാത് രാജാവിനെ എന്ന പോലെ അറിയണം എന്നൊരു ഒരു അന്വയം, അഥവാ ഒരർത്ഥം. കുറച്ചുകൂടി യുക്തമായ മറ്റൊരർത്ഥം, ദേഹം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി എന്നിവ പ്രകൃതികളെ പോലെയാണ്. അങ്ങനെയുള്ള ദേഹേന്ദ്രിയ മനോബുദ്ധികളാകുന്ന പ്രകൃതികളിൽ നിന്ന് വിലക്ഷണനായ രാജാവിനെ അറിയണം. എന്താ ഈ രണ്ട് വാക്യങ്ങളുടെയും വ്യത്യാസം എന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞ പ്രകൃതി ശബ്ദത്തിനർത്ഥം പ്രകൃതി എന്നാണ്. അതായത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മായ എന്നൊക്കെയുള്ള വാക്കുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രകൃതി. അപ്പം ആ പ്രകൃതിയാണ് ദേഹേന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികൾക്ക് കാരണഭൂതമായത്. ഇപ്പം ദേഹേന്ദ്രിയ മനോബുദ്ധികളാകുന്ന ഉപാധികൾക്ക് കാരണഭൂതമായ പ്രകൃതി അതിനെ ചേർത്തിട്ട് അതടക്കമുള്ള, ഇപ്പം പ്രകൃതിയും പ്രകൃതി കാര്യങ്ങളായ ദേഹേന്ദ്രിയ പ്രാണ മനോബുദ്ധികളാകുന്ന ഉപാധികൾ അവയിൽ നിന്നെല്ലാം വിലക്ഷണനായിരിക്കുന്ന ആത്മാവിനെ തിരിച്ചറിയണം എന്ന് പറഞ്ഞു. സ്വയമേവ ശോഭിക്കുന്നവനും അവയ്ക്കെല്ലാം സ്വാമിയായിരിക്കുന്നവനുമായ രാജാവിനെ എന്ന പോലെ തിരിച്ചറിയണം എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത് പറഞ്ഞ അർത്ഥത്തിൽ പ്രകൃതി ശബ്ദത്തിന് പ്രജ എന്നർത്ഥം വരും. പ്രകൃതി ശബ്ദത്തിന് പ്രത്യേകിച്ച് ഇവിടെ രാജാവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞതുകൊണ്ട്, ഉദാഹരണം രാജാവിൻ്റെതായതുകൊണ്ട് പ്രകൃതി ശബ്ദത്തിന് പ്രജകൾ എന്നർത്ഥം എടുക്കാം. പ്രകൃതി ശബ്ദത്തിന് പ്രജ എന്നുള്ള അർത്ഥം പ്രസിദ്ധമാണ്. ഇതിഹാസങ്ങളിൽ, പുരാണങ്ങളിൽ ധാരാളം പ്രയോഗിച്ചിട്ടുള്ളതാണ് ആ അർത്ഥത്തിൽ പ്രകൃതി ശബ്ദം. രാമായണത്തിൽ വാൽമീകി മഹർഷി എത്ര പ്രാവശ്യം പ്രയോഗിച്ചെന്ന് കണക്കില്ല പ്രകൃതി ശബ്ദം പ്രജ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ദേഹേന്ദ്രിയ പ്രാണ മനോബുദ്ധികൾ പ്രജകളെ പോലെയാണ്. അങ്ങനെ പ്രജകളെപ്പോലിരിക്കുന്ന ദേഹേന്ദ്രിയ പ്രാണ മനോബുദ്ധികളിൽ നിന്നും രാജാവിനെ പോലിരിക്കുന്ന ആത്മാവിനെ വേർതിരിക്കണം എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ അർത്ഥാധിക്യമുണ്ട്. ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് ഇപ്പം നിൽക്കുന്നത്.
ശരീരേന്ദ്രിയ മനോബുദ്ധികളും ശരീരേന്ദ്രിയ പ്രാണ മനോബുദ്ധികളും ഞാനും എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ ചേർന്ന് നിൽക്കുന്ന, കലർന്നു നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് തന്നെ വേർതിരിക്കണം. താൻ രാജവത് നിലകൊള്ളുകയാണ്, രാജാവിനെ പോലെ നിലകൊള്ളുകയാണ്, ശോഭയോടുകൂടി. മറ്റെല്ലാത്തിനും ശോഭയെ കൊടുത്ത്. രാജാവുണ്ടെങ്കിലേ പ്രകൃതിയുള്ളൂ. അതുപോലെ ഞാൻ ആത്മാ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഉപാധികളൊക്കെയുള്ളൂ. എല്ലാ ഉപാധികൾക്കും നിലനിൽപ്പിനെ കൊടുക്കുന്ന, എല്ലാ ഉപാധികൾക്കും പ്രകാശത്തെ കൊടുക്കുന്ന, എല്ലാ ഉപാധികളുടെയും സ്വാമിയും സാക്ഷിയുമായിരിക്കുന്ന, കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ എല്ലാ ഉപാധികളെയും നിയമിക്കുന്ന, അതാണ് തദ്വൃത്തി സാക്ഷിണം. അവയുടെ എല്ലാം വൃത്തിക്ക് സാക്ഷിയായിരിക്കുന്ന ആത്മാവിനെ വിദ്യാത് അറിഞ്ഞാലും. ഇങ്ങനെ രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ആദ്യത്തെ രീതിയിൽ എപ്രകാരമാണോ രാജാവ് സ്വയമേവ ശോഭിക്കുന്നു, സ്വയമേവ ശോഭിക്കുന്നു രാജാവ്. ഒരു കൂട്ടത്തിൽ വലിയൊരു ജനസഞ്ചയമുണ്ടെങ്കിൽ അതിൽ രാജാവ് ആരാണെന്നുള്ളത് ലക്ഷണങ്ങളെ കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. രാജചിഹ്നങ്ങളുണ്ടാവും, വെൺകൊറ്റക്കൊടയും ചാമരവും അംഗരക്ഷകരും ഒക്കെ ആയിട്ട് രാജാവിനെ പ്രത്യേകം തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ സ്വയം ശോഭിക്കുന്നതായ രാജാവിനെ എപ്രകാരമാണോ കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ചറിയുന്നത്, അതുപോലെ ദേഹേന്ദ്രിയ പ്രാണ മനോബുദ്ധികളാകുന്ന ഉപാധികളിൽ നിന്ന് തിരിച്ചറിയണം. എങ്ങനെ? തത്തത് സാക്ഷിയായിരിക്കുന്ന, തദ്വൃത്തി സാക്ഷിയായിരിക്കുന്ന, അവയുടെ മുഴുവൻ വൃത്തികൾക്ക് സാക്ഷിയായിരിക്കുന്ന. ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപാധികൾ കൊണ്ട് നമ്മൾ എന്തെന്ത് ചെയ്യുന്നുണ്ടോ അതിനെല്ലാം സാക്ഷിയായിട്ടിരിക്കുകയാണ്. അവയെല്ലാം കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുക, എല്ലാത്തിനെയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. യേഷ സുപ്തേഷു ജാഗർത്തി. ഈ ശരീരേന്ദ്രിയ പ്രാണ മനോബുദ്ധികൾ പ്രവർത്തിക്കുമ്പോഴും അവ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുകയാണ്. അപ്പോൾ അതത് വൃത്തിയുടെ ശരീര ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികളാകുന്ന സകല വൃത്തികളുടെയും സാക്ഷിയായി നിലകൊള്ളുന്ന ആത്മാവിനെ തന്നെ വിദ്യാത് അറിയണം. ഏതുപോലെ? രാജവത്. എപ്പോഴാ ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്നത്? സദാ, സദാ സാക്ഷിയായി നിലകൊള്ളുന്ന ആത്മാവിനെ തിരിച്ചറിയൂ. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ കുറച്ചുകൂടി ഒരു സുഖമുണ്ട്, കുറച്ചുകൂടി സുഖമുണ്ട്. കാരണം അവിടെ ദേഹേന്ദ്രിയ പ്രാണ മനോബുദ്ധികളെ മുഴുവൻ പ്രജകളെ പോലെ കൽപ്പിച്ചു. പ്രകൃതി ശബ്ദത്തിന് അവിടെ അങ്ങനെ അർത്ഥം എടുക്കുന്നു. മറ്റത് പ്രകൃതി അടക്കമാണ്. ആദ്യം പറഞ്ഞതിൽ നമ്മൾ പ്രകൃതി എങ്ങനെ എടുക്കണം? ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പ്രകൃതി എന്നിവ ചേർത്തെടുക്കണം. പ്രകൃതിയുടെ കാര്യങ്ങളായിട്ടാണ് ഇതൊക്കെ വരുന്നത്. താമസീ പ്രകൃതി, തമോ ഗുണപ്രധാനിയായിരിക്കുന്ന മായ, അതാണ് പ്രകൃതി. ആ തമോ ഗുണപ്രധാനമായിരിക്കുന്ന മായ പ്രകൃതി, ആ പ്രകൃതിയിൽ നിന്നാകുന്നു പഞ്ചഭൂതങ്ങളുടെ ഉത്പത്തി. പഞ്ചഭൂതങ്ങളിൽ നിന്നാകുന്നു ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും അന്തഃകരണങ്ങളുടെയും പ്രാണങ്ങളുടെയും ഉത്പത്തി. അവയിൽ നിന്ന് തന്നെയാകുന്നു പഞ്ചഭൂതങ്ങൾ ചേർന്നിട്ടാണ് സ്ഥൂല ശരീരത്തിൻ്റെ ഉത്പത്തി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം പ്രകൃതി വികാരങ്ങളാണ്. ശരീര ഇന്ദ്രിയ പ്രാണ മനോ ബുദ്ധികളെല്ലാം പ്രകൃതി വികാരങ്ങളാണ്. അപ്പോൾ പ്രകൃതിയും അതിൻ്റെ വികാരങ്ങളും, അങ്ങനെ പ്രകൃതിയും അതിൻ്റെ വികാരങ്ങളും ചേർന്ന് നിൽക്കുമ്പോൾ അവയിൽ നിന്ന് തീർത്തും വിലക്ഷണനായിരിക്കുന്ന ചൈതന്യ സ്വരൂപനായിരിക്കുന്ന
അവിടെയൊക്കെ സാക്ഷിയായിരിക്കുന്ന, കർത്തൃത്വവും ഭോക്തൃത്വവും ഒന്നും തന്നെ പരമാർത്ഥത്തിലില്ലാത്ത, വിലക്ഷണമാണെങ്കിലും തദ്വൃത്തി സാക്ഷിയായിരിക്കുന്ന, ഈ ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളുടെ മുഴുവൻ വൃത്തികളെ കണ്ടറിഞ്ഞ് ആ വൃത്തികൾക്ക് മുഴുവൻ സാക്ഷിയായിരിക്കുന്ന, അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞാലും. രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ ഇവയ്ക്കൊക്കെ പ്രജകളുടെ സ്ഥാനം കൊടുത്തു. ശരീരേന്ദ്രിയ പ്രാണ മനോബുദ്ധികളൊക്കെ പ്രകൃതികളാണ്, ഇവയാകുന്ന പ്രകൃതികൾ. ഇപ്പൊ ശരീരം, ഇന്ദ്രിയം, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി ഇതൊക്കെ പ്രകൃതികളാണ്. അങ്ങനെയുള്ള പ്രകൃതികളിൽ നിന്ന്, അതായത് പ്രജകളിൽ നിന്ന് തീർത്തും വിലക്ഷണനായിട്ടുള്ള, പ്രജകളിൽ നിന്ന് വിലക്ഷണനാണ് രാജാവ്. രാജാവ് പ്രജകളെയെല്ലാം അടക്കി ഭരിക്കുന്നു, നിലയ്ക്ക് നിർത്തുന്നു, അവർക്കെല്ലാം വേണ്ടതെല്ലാം കൊടുക്കുന്നു, അവയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നോക്കി കാണുന്നു. അതുപോലെ പ്രജകളുടെ മുഴുവൻ പ്രവർത്തനങ്ങളെ നോക്കി കാണുന്നു എന്ന പോലെ ഈ കരണങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ ആത്മാ സാക്ഷിയായിട്ട് കാണുന്നു. ആത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഇവയൊക്കെ പ്രവർത്തിക്കുന്നു, രാജസാന്നിധ്യത്താൽ പ്രകൃതികൾ പ്രവർത്തിക്കുന്ന പോലെ. അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞാലും എങ്ങനെ? നേരത്തെ പറഞ്ഞു, വിചാര പ്രക്രിയയിലൂടെ. അവിടെ വിചാരം മാത്രമേ വഴിയുള്ളൂ. നിരന്തര വിചാരമാകുന്ന സാധനയിലൂടെ, യുക്തിയവഘാതതഃ, യുക്തിയവഘാതനം കൊണ്ട് എന്ന് നേരത്തെ പറഞ്ഞു, വിചാരപ്രക്രിയയിലൂടെ ഈ ആത്മാവിനെ അറിഞ്ഞാലും. അവിടെ ആത്മാവിനെ രാജസ്ഥാനീയനായിട്ട് ഉപമിച്ചു, രാജവത്. ശ്രദ്ധിക്കും, ശ്ലോകം തന്നെ സുവ്യക്തമാണ്. ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതോടുകൂടി താല്പര്യം സുവ്യക്തമാണ്. പിന്നെ നമ്മൾ സൂക്ഷ്മമായി അനുസന്ധാനം ചെയ്യാനേ ഉള്ളൂ. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രകൃതിഭ്യോ വിലക്ഷണം തദ്വൃത്തി സാക്ഷിണം വിദ്യാത് ആത്മാനം രാജവത് സദാ. ദേഹേന്ദ്രിയ മനോബുദ്ധി പ്രകൃതിഭ്യഃ വിലക്ഷണം കം തദ്വൃത്തി സാക്ഷിണം ആത്മാനം വിദ്യാത്. വിദ്യാത്, you must know, you must realize. What? Atmanam, the self. You must realize the self. You must know the self. How and what type of self, or what is the nature of that self, or where it is, how I should reflect on it. So many questions comes. All these are answered Dehendriya Manobuddhi Prakrtibhyah. Deha here as Indriya, Manaha, Buddhi, etc. are given. So here Deha means gross body. Otherwise, when we say Deha, gross, subtle and causal we have to take. But here, as these other upadhis are mentioned, by the term Deha, gross body is meant. So Deha, then Indriya, 2 sets, 5 each, both Karmendriyas and Jnanendriyas, 5 senses of knowledge and 5 organs of action.
then manaha, mind, buddhi, the intellect, prakriti, prakriti, which is the cause of, or which is the base of all these projections. There is another way of explanation. Two explanations are possible here. First is from prakriti, that is tamasi prakriti, that is that maya where or in which tamoguna is, tamas is dominant, that is tamasi prakriti. From that tamasi prakriti, 5 elements, 5 bhutas are emerging, and from the sattvic part of bhutas, individually jnanendriya comes, and collectively antakarana comes, and from the rajasic part of each bhutas, karmendriya emerges, and collectively prana. So all this prana, karmendriya, antakarana and jnanendriya, all these are products of prakriti. So in this shloka, dehendriya, prana, mano, buddhi, prakriti, all these are taken together. Tebhyaha, from them, vilakshanam, distinct, entirely distinct. Not only distinct, but he is the witness of all their activities. Tat sakshina, tad vritti sakshina. Tad vritti sakshina means the witness of all their activities, actions. That is the position of Atma. That self you have to realize is like Rajavad, the king. The king. King can be recognized easily. When a mass is standing, from them we can easily identify the king. He will have ministers, guards, and the symbols of the king he will have. In the same way, from these upadhis, the king who is ruling them, and who is entirely distinct from them, that Atmanam, that self you realize. That is one type of explanation. Another is, instead of taking Prakriti as to mean Prakriti, we can take it as meaning the citizens, those who are ruled by the king. Prakriti is used in that sense also. In Ramayana, in many kavyas, and in almost all Puranas, we can see the usage of Prakriti in that sense. Common people who are ruled by a king is called Prakriti. Even ministers are coming in that group. Even ministers. All common people, then heads of villages,
and the ministers, all comes in that group. That is except king and queen. All others, and of course Raja Guru. Raja Guru also is not a Prakriti. All others are coming in that Prakriti. So we can take that Prakriti Shabda to mean that. That is better here, because here self is said to be like the king. When self is like the king, other adjuncts are like prajas. They are ruled by the king, they are under the king, they are working for the king, and king is of course protecting them. They are there only because king is there. Because of the king they are there. So in that explanation we have to understand like this: Dehendriya Manobuddhi Prakritibhyaha. Deha, gross body; Indriya, two sets of Indriyas; Manaha, mind; intellect. These are Prakritis, these are citizens, these are common people who are ruled by the king. Tebhyaha Vilakshana, who is entirely distinct from them. That self, like Raja, Rajavad, like the Raja, the king, who is distinct from them. That self, and it is qualified as Tat Vritti Sakshina, who is the witness of all activities of these prajas. Just like Raja is always observing the activities of his prajas, in the same way self is always observing as a witness, not as one involved in that. He is above that activities. He is always seeing but not involved. Without being involved, he is looking at everything. That is why he is a witness. Sakshi. So self is like the king who is seeing everything as a witness above all activities. Tam Atmanam, that self, you vidyat. You know, you realize. Like the king. Atma is standing like the king, separate, distinct. But only because of that Raja, all these Prakriti are staying. They are working for the Raja, and Raja is protecting them. Raja is observing their actions, but he is not at all involved. So he is the witness of all. So that witness, Sakshi, you realize. How? Through Vichara. Vichara is the only way to realize. So this is a simple shloka. Dehendriya Manobuddhi Prakritibhyaha Vilakshanam, entirely distinct. Tadvritti Sakshinam, witness of their activities. Vidya, you realize. Hum Atmanam, the self. Sada Rajavat, who is standing always as a witness. And Rajavat, like the king, he is standing. So that is
the shloka. കാരണശരീരം ആനന്ദ അനുഭവം ആത്മഭാവമാണെന്നും ആനന്ദ അനുഭവം ആത്മഭാവമാണെന്നും ഞാനൊന്നും അറിഞ്ഞില്ല, നല്ലപോലെ ഉറങ്ങി എന്നത് അജ്ഞാനഭാവമാണെന്നും കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു. പഞ്ചകോശങ്ങളിലെ ആനന്ദമയ കോശം ഈ ആത്മഭാവമാണെന്നും പറഞ്ഞു. പഞ്ചകോശങ്ങളിൽ നിന്ന് ആത്മാവ് വേറിട്ട് നിൽക്കുമ്പോൾ ആനന്ദ അനുഭവം ആനന്ദമയ കോശമാകുന്നത് മനസ്സിലായില്ല. അങ്ങനെയെങ്കിൽ വിചാരം ചെയ്യുവാൻ ആത്മാവിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഇവിടെ ആത്മഭാവമാണ് ആനന്ദമയ കോശം എന്ന് പറഞ്ഞിട്ടില്ല, ആത്മഭാവമാണെന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് കാരണശരീരമാകുന്ന ഉപാധി സുഷുപ്തിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്നുള്ള അജ്ഞാനാനുഭവമുണ്ട്. ആത്മാവിൻ്റെ ആനന്ദമാണ് സുഷുപ്തി ദശയിൽ അനുഭവിക്കപ്പെടുന്ന ആനന്ദം. അല്ലാതെ ആത്മഭാവമാണ് കോശം എന്ന് പറഞ്ഞിട്ടില്ല. ആനന്ദമയ കോശം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം കോശമായിരിക്കുന്ന കാലത്തോളം, കോശം ഒരു ഉറയായിരിക്കുന്ന കാലത്തോളം ആത്മഭാവത്തിൽ എത്തിയിട്ടില്ല. ആ കോശത്തെയും അഴിച്ചു മാറ്റിയാലേ ആത്മഭാവത്തിലേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ ഇവിടെ ഇതര കോശങ്ങളിലതുപോലെ തീർത്തും ആത്മാനന്ദത്തെ മറയ്ക്കുന്ന ഉപാധികളില്ല. ആത്മാനന്ദം അവിടെ കൂടുതൽ സ്പഷ്ടമാണ്. അപ്പൊ സുഷുപ്തി ദശയിൽ അനുഭവിക്കപ്പെടുന്ന ആനന്ദം ആത്മാവിൻ്റെ ആനന്ദമാണ്, അതിൽ സംശയമില്ല. സുഷുപ്തി ദശയിൽ അനുഭവിക്കപ്പെടുന്ന ആനന്ദം ആത്മാവിൻ്റെ ആനന്ദമാണ്. പക്ഷെ കോശം, ആനന്ദമയ കോശം ആത്മഭാവമാണെന്ന് പറയാൻ സാധ്യമല്ല. അതും അഴിച്ചു മാറ്റണം. 3 കുപ്പായങ്ങളും 3 ശരീരങ്ങളാകുന്ന കുപ്പായങ്ങളും അഥവാ 5 കോശങ്ങളാകുന്ന കുപ്പായങ്ങളും അഴിച്ചു മാറ്റുമ്പോൾ മാത്രമാണ് അത് ആത്മാ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെയാണ് പ്രശ്നമുള്ളത്. ചോദ്യത്തിൽ ആത്മഭാവമാണ് ആനന്ദമയ കോശം എന്ന് പറഞ്ഞിട്ടില്ല. ആനന്ദമയ കോശത്തിൽ യാതൊരു ആനന്ദമുണ്ടോ അത് ആത്മഭാവമാണെന്നാണ് പറഞ്ഞത്. കണ്ണാടിയിൽ പ്രതിബിംബിച്ചിരിക്കുന്ന യാതൊരു പ്രകാശഭാവമുണ്ടോ അത് സൂര്യനാണ്. അല്ലാണ്ട് കണ്ണാടി അടക്കം സൂര്യനാന്ന് പറഞ്ഞിട്ടില്ല. ആനന്ദമയ കോശം എന്ന് പറയുമ്പോൾ കണ്ണാടി അടക്കം വരും, അതില്ല, അത് പറഞ്ഞിട്ടില്ല. വളരെ സൂക്ഷ്മമാണ് അവിടെ വേർതിരിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ അത് മനസ്സിലാവും. അങ്ങനെ ചിന്തിക്കുക. Here the question is, the experience of bliss or ananda when we are in sushupti, in the deep sleep state, along with that experience one more experience is there. I do not know anything. So here this ignorance is the causal body, that's all right. But when explaining Panchakoshas, by Anandamaya Kosha, Atma Bhava is meant. It was said so. If Atma is entirely distinct or different from Panchakoshas, how we can say, or how we have to understand that Anandamaya Kosha is the Atma Bhava? That is the question. Answer is,
It is never said Anandamaya Kosha is Atma Bhava. No Kosha is Atma. All the Koshas are like sheets. All these we have to transcend to realize the self. But the Ananda we are experiencing in deep sleep, that is the Ananda of Atma. But the Kosha is not. Just like the sun is reflected in a pure mirror, a clean mirror. Why it is clean and pure? Because it is causal body. There is no other instruments like Jnanendriya, Karmendriya and all. So all has gone. So it is pure, clear. In that mirror, sun is reflected. The light that is reflected there is sun. There is no doubt. But we cannot take the mirror, the surface of the mirror as the sun. The sun is reflected on that mirror, there is no doubt. And we can say this much. The sun we are seeing as a reflection is nothing but the sun. That is true. But to realize that, we have to negate the surface of mirror. No, this is not, neti, neti. So, Anandamaya Kosha is not Atma, as long as it is Kosha. But Ananda is Kosha, or Anandamaya is Atma. Ananda is Atma, Anandamaya is Atma, never Anandamaya Kosha is. As long as it is Kosha, it is not Atma. But the Ananda we are experiencing there is the Ananda of Atma. There is no doubt in that. In that way we have to think, reflect more and more. Prakriti എന്നാണ് അർത്ഥം. പ്രകൃതിന്നാണല്ലോ ഇതൊക്കെ ഉണ്ടാവുന്നത്. ആദ്യം പറഞ്ഞ അർത്ഥത്തിൽ പ്രകൃതി എന്നും രണ്ടാമത് പറഞ്ഞ അർത്ഥത്തിൽ പ്രജ. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः. ओम.